ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ തിങ്കളാഴ്ചയാണ് 28-ാം തീയതി. ഇന്നലെ നൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. ഒന്നും ശരിയായില്ല, ഓട്ടൊന്നും ശരിയായില്ല. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ ഞാൻ ചെയ്യാതിരുന്നത്. ഇന്നലെ രാവിലെ 4 മണിക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച 4 മണിയുള്ള ടൈമാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതാണ് ഊബറിൻ്റെ ടൈം, അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ രാത്രി 8 മണിക്ക് ഇറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ ഓടുന്നു, ഇത്ര ഇതെന്നുള്ളത് നമ്മൾ ആ ഒരു പരിപാടി നമ്മൾ വിട്ടു. അതിൻ്റെ പകരം ഊബറിൻ്റെ ഒരു ദിവസത്തെ 24 hours എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യണത്. അപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്ക് ഇവിടെ ഇറങ്ങി 2 ട്രിപ്പാണ് അടിച്ചത്, 500 സംതിങ് രൂപ. അതിൻ്റെ ഒരു ട്രിപ്പ് അടിച്ചു, പക്ഷെ ഞാൻ ടോട്ടലി ടയേർഡായിരുന്നു. ഉറക്കമില്ലെങ്കിൽ കൂടെ അപ്പോൾ ഞാനത് എടുത്തില്ല. അതിൻ്റെ ഒരു ചെറിയ അക്സെപ്റ്റൻ റേറ്റ് നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഓടിയിട്ടുണ്ട്. രാവിലെ സ്റ്റാർട്ട് ചെയ്തു, ഒരു 8:30 സ്റ്റോപ്പ് ചെയ്തു. 8:30 ഞാൻ കാലടിച്ച് തൃപ്പൂണിത്തറയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഇന്ന് ഓക്കെയാണ്, നല്ലതായിട്ട് ഉറങ്ങി സെറ്റായിട്ട് ഇറങ്ങുകയാണ്. എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ എന്നാൽ നൈറ്റത്തെ ഓട്ടം ഫസ്റ്റ് ഓട്ടം അടിച്ചിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് ഓട്ടമല്ല, 3ാമത്തെ ഓട്ടം, തിങ്കളാഴ്ചത്തെ 3ാമത്തെ ഓട്ടം അടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഓണാക്കി ഒരു 1/2 മണിക്കൂറിൻ്റെ അടുത്ത് ഇരുന്നിട്ടുള്ളൂ. വീട്ടിൽ തന്നെയാണ്, ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. അത് നമുക്കിത് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പുള്ളി നമ്മളെ നോർത്ത് ജനതാ റോഡിൽ എൻട്രൻസിൽ നിൽക്കുന്നത്, മെയിൻ റോഡിൽ തന്നെയാണ്. ഫോണോട് തന്നെ ഒരു 150 മീറ്റർ. ഫോണാകെ ഹീറ്റായിട്ടുണ്ട് ഗൈസ്. ഇവരിവിടെ എന്നും നിന്ന് സൊള്ളുകയാണല്ലോ, സ്വയ്ക്കും കുശുമ്പിനും മരുന്നില്ലാതെ. പക്ഷേ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ലൊക്കേഷനാണ്. ഫസ്റ്റ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം എന്നാ വെയിറ്റ് ചെയ്യുക ഗൈസ്, ആ പിന്നെന്തും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടേ. ഈ വണ്ടിയല്ലേ? ആ പിൻ നമ്പർ 5694. ഓക്കെ, എവിടെ നമ്മൾ ലൊക്കേഷൻ എവിടെയായിരുന്നു? MG റോഡല്ലേ? 10 മിനിറ്റ് ചെറിയൊരു ഓട്ടം കാണിച്ചേ. പുള്ളിയും ശ്രദ്ധിച്ചിട്ടില്ല. പെട്ടെന്ന് എത്ര ടൈം റെക്കോർഡാണ് ഫ്രണ്ടിലുള്ളത്? അത് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഓഫാക്കും. കസ്റ്റമർ പിക്ക് ചെയ്യുന്നു, ആ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തും. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ എത്തുന്നതിൻ്റെ ഒരു 2 മിനിറ്റ് മുമ്പേ 2 മിനിറ്റ് ഇല്ല, തൊട്ട് ഒരു 100 മീറ്ററൊക്കെ ആകുമ്പോൾ ഒന്ന് ഓണാക്കും. റെക്കോർഡിങ് ചെറിയ ഇത് കറക്റ്റ് ഇപ്പോൾ കിട്ടുകയാണെന്ന് വെച്ചാൽ 7 മണിക്കൂർ തുടർച്ചയായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. കഴിച്ച് നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സന അത് എവിടെയാണോ, തൊട്ടടുത്ത് തന്നെ ഞാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് U-turn അടിച്ചിട്ട് നമ്മളെ സീനലിൽ അങ്ങോട്ട് പോകണം അല്ലേ. അപ്പം ഒരു വണ്ടിയില്ല അവിടെ, നല്ല സുഖം അടിയുണ്ട് അടിക്കാം. ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ, എന്ത് പറ്റിയോ. സാധാരണ ഈ ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവേണ്ടതാണ്. അതും തിങ്കളാഴ്ച. എന്ന് പുള്ളിക്കാരനെ വിളിച്ചു നോക്കാം. ഹലോ, എവിടെ നിൽക്കുന്നത്? ആ അതെ അതെ. ഞാൻ കറക്റ്റ് ലൊക്കേഷനിൽ ഞാൻ ഇപ്പൊ കറക്റ്റ് മുമ്പിലുണ്ട്. പക്ഷെ ഇത് ബ്രൗൺസ് എന്നുള്ളത് കണ്ടിട്ടില്ലേ ഞാനവിടെ. ആ അവിടെയാണോ? എവിടെയാ പോകണം? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ആ ഓക്കെ. എന്ത് കാര്യേ
പുള്ളിക്കാരി ഓടി കയറി ബസ് കയറി അതോ വേറെ എങ്ങോട്ടെങ്കിലും പോയി ഒരു ഐഡിയ ഇല്ല. അയ്യോ കുയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാ പോകുന്നു. എന്തായാലും ഒന്നും കൂടി കോൾ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ബസ് വന്നപ്പോൾ പുള്ളിക്കാരി ആ ബസ്സിൽ കയറി പോയി തോന്നുന്നുണ്ട്. ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫോൺ എടുക്കലുണ്ട്. പുള്ളി ഒരു ബസ് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതാ തോന്നുന്നത്. ഹലോ. ചെയ്തോ ക്യാൻസൽ ചെയ്തോ. അത് വിളിക്കാൻ പറഞ്ഞത് ക്യാൻസൽ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ. പുള്ളിക്കാരി ബസ് വന്നപ്പോ ഓടി കയറി പോയതാ. പക്ഷെ നമുക്കിത് ക്യാൻസൽ പുള്ളിക്കാരി ചെയ്താൽ നമുക്ക് ഇവിടുന്ന് വേഗം വണ്ടി എടുത്ത് പോവാം. വേറെ ഇപ്പൊ എന്താ പറയാൻ. പുള്ളിക്കാരി അപ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ നമ്മളവിടുന്ന് വണ്ടി എടുത്ത് ചെമ്മ റൂട്ട് നടക്കുന്നുണ്ട്. ബസ്സിന് കയറ്റി എങ്ങനെയാണ് 15 രൂപയാണ് ക്യാൻസലേഷൻ ഫീ കിട്ടിയത്. ഞാൻ ഇപ്പോൾ എന്തായാലും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിങ്ങളതുകൊണ്ട് അവിടെ കൊണ്ടിടാന്ന് വെച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കൊണ്ടിടാന്ന് വെച്ചു. ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. നമ്മൾ നല്ല ഭാഗ്യത്തിന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പാലത്തിന് ചുവട്ടിൽ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കട്ടിയിട്ടുണ്ട്. ഇറക്കം അങ്ങോട്ട് കയറ്റിയിട്ടതുകൊണ്ട് കഴിച്ചില്ലായി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഫുൾ കറങ്ങേണ്ടി വന്നിരുന്നു. കാരണം ട്രിപ്പ് നമ്മൾ ലിസി ഹോസ്പിറ്റൽ റൂട്ടിലാണ്. നമ്മൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് അല്ല, ആ റൂട്ടിൽ നിന്നാണ്. അപ്പം എന്തായാലും നമ്മൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ട്രിപ്പ് ഉള്ളത്. ഞാൻ വിചാരിച്ചു ലിസി ഹോസ്പിറ്റലിൽ നിന്നല്ല എന്നാണ് ആദ്യം കരുതിയത്. അപ്പോൾ കറക്റ്റ് ലിസിയിൽ നിന്ന് തന്നെയാണ് ട്രിപ്പ് ഉള്ളത് കേട്ടോ. കുളിക്കരുത്. പിന്നെ പറയാം, ഞാൻ ഡോർ അടച്ച പതുക്കെ പതുക്കെ അപ്പൊ എന്റെ രോഗം കാരണം എന്റെ കാശും പോയി പറഞ്ഞ് നടക്കണേ. പിന്നെ പറയില്ല. 6790. ഹായ് ഗൈസ്, അപ്പോൾ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. 13.41 കിലോമീറ്റർ, 241 രൂപ, 29 മിനിറ്റ് റണ്ണിങ്. 29 ഇവർ എന്ത് സംഭവമുണ്ട്. 29 ശരിക്കും 32 മിനിറ്റ് റണ്ണിങ് ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആവട്ടെ. അപ്പം എന്നാൽ ഇനി തിരിച്ചു പോകാം ഗൈസ്. നമ്മൾ കുറച്ച് തോപ്പുംപടിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടാണ്. പിന്നെ ഡോർ അടച്ച കേസ് അമ്മയും മോളും ഒരേപോലെ തന്നെ, ഒന്നും പറയില്ല. എന്താണ്, മോള് വണ്ടി കയറി പഠിച്ച് പൊളിച്ച്, അമ്മ ഇറങ്ങിയപ്പോഴും പൊളിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല പഠിപ്പാണ്, വേറെ അങ്ങോട്ട് ചിന്തിക്കില്ല, ഒരേ ഇതാണെന്നുള്ളത്. ഗൈസ് അപ്പോൾ നമ്മളത് അവിടെ ഒരു 1/2 മണിക്കൂറിൻ്റെ അടുത്ത് നിന്ന്, ഓട്ടൊന്നും അടിക്കണില്ല. നമ്മൾ അവിടെ നിന്ന് എല്ലാം എടുത്ത് തോപ്പുംപടി എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കി നോക്കട്ടെ. ഇവിടെ നിന്ന് ഓട്ടോ ചെയ്യുന്നപ്പോഴും തോപ്പടി ഓട്ടോ ആകുന്നപ്പോഴും മറ്റേ എയർപോർട്ട് അടിക്കുന്നൊക്കെ ഡ്രൈവർമാർ പറഞ്ഞ കാര്യം വലിയ ധാരണയില്ല ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. കാരണം ഈ ഏരിയക്കൊക്കെ വരവ് കുറവാണ്. വരും, ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ തിരിച്ചൊരു സൗത്ത് മറ്റേ റെയിൽവേ സ്റ്റേഷൻ കിട്ടും. അതിട്ട് നേരെ അങ്ങാണ്ട് പോരാ. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ 10 മണി, എന്താ അവസ്ഥ എന്നറിയില്ല ഈ സമയത്ത് ഇവിടുത്തെ. അതെ, ഒരുപാട് നേരം നിന്ന് മുഷീണില്ല. ഞാൻ എല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ടേ തോപ്പുംപടി എടുത്തിട്ട് അവിടെ അങ്ങോട്ടെങ്ങോട്ടേലും മാറ്റിയിട്ട് നോക്കട്ടെ, അവസ്ഥ എന്നറിയില്ല. ഇത് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ എടപ്പള്ളി ഭാഗത്തോട്ടാണ് ട്രിപ്പ് ഉള്ളത്. എടപ്പള്ളിയിൽ നിന്ന് ഞാൻ കണ്ട് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ടില്ല.
കസ്റ്റമർ എടുക്കാൻ പോവാണ്. കസ്റ്റമർ നമ്മുടെ സൗത്ത് സ്റ്റേഷൻ, നമ്മളെ റെയിൽവേ സ്റ്റേഷൻ റൂട്ടിലാണത്. ഓക്കെ, കസ്റ്റമർ എടുത്തിട്ട് കാണാം ഗൈസ്. നമ്മൾ കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കാം ഗൈസ്. ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രീൻ്റെ വണ്ടി കുറേ ഉള്ളത് ഇവിടെ കിടക്കുന്നത്. ഒന്ന് വിളിച്ചോട്ടെ ഗൈസ്. തൊട്ടടുത്ത് എത്തിയിരുന്നു നമ്മൾ. ലാവണ്യ ആരെ ബുക്ക് ചെയ്തിരുന്നോ? ഹലോ, എവിടെ നിൽക്കുന്നു മാം? ആ, ഞാൻ മെട്രോന്റെ നേരെ താഴെ ഉണ്ടല്ലോ. മെട്രോന്റെ താഴെ തന്നെ ഉണ്ട്. അല്ലല്ല, എവിടെ ഒന്ന് പറയാമോ? മെട്രോയുടെ താഴെ റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത്. ഹവാനി റെസ്റ്റോറന്റ് ഞാൻ കാണുന്നില്ല. ഒരു റെസ്റ്റോറന്റ് ഹവാനി അറബിക്, അതാണോ? ആ, അതന്നെ വണ്ടി. അതന്നെ വണ്ടി. എവിടെ എവിടെ? ആ, ഇങ്ങോട്ട് നമ്മൾ അവിടെ നിന്ന് പോയി യൂട്ടൺ അടിക്കാം. ആ, കസ്റ്റമർ അപ്പുറത്ത് തന്നെ ഉണ്ട് ഗൈസ്. നമ്മൾ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സാണ് ആ പോകുന്നത്. നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ വെച്ചതിനേക്കാളും ഒരു എന്താ പറയുക, 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നു. ഒരു 290 കാണിച്ചത്. 10 രൂപ നമ്മൾ കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട്. 10 അല്ല, ശരിക്കും ഒരു 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു 20 രൂപ വാങ്ങിക്കാം. ഞാൻ 10 വാങ്ങിച്ചുള്ളൂ. കുഴപ്പമൊന്നുമില്ല. അതുപോലെ അവർക്കറിയാത്തത് കൊണ്ടല്ലേ സാറില്ലാതൊക്കെയാ. ആരോ വീട്ടിലേക്ക് വന്നതാണ് കസിൻ്റെ. മറ്റേ അച്ചപ്പും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ട് ആ സഞ്ചിയിൽ. ഇതിൻ്റെ ഫെയർ എത്രയായിരുന്നു പറഞ്ഞല്ലേ? ബോംബി വഴി എനിക്ക് അറിയത്തില്ല ഇവിടുത്തെ കറക്റ്റ്. അതുകൊണ്ടാണ് വല്ലാത്തൊരു വഴിയാണല്ലോ ഈശ്വര. 208 രൂപയാണ് നമുക്ക് കിട്ടിയത്. 11 കിലോമീറ്റർ റണ്ണിങ്. 11 കിലോമീറ്റർ 208 രൂപ ഫെയർ. എത്ര മിനിറ്റ് റണ്ണിങ് ആണ്? 25 മിനിറ്റ് റണ്ണിങ്. ചുരുക്കി പറഞ്ഞാൽ ലാഭമില്ല നഷ്ടമില്ലാത്തൊരു ഫെയറാണ് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല. നോക്കുന്നില്ല, ഫെയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഭ്രാന്തായി. ഏതായാലും ആപ്പ് ഓഫാക്കി വെച്ചേക്കാം. വേറെ ഒന്നുമല്ല, മയിലിൻ്റെ നെഞ്ചത്തോട്ട് കയറ്റി മതി. ഇവര് നോക്കണം അവൻ്റെ പോക്ക് കണ്ടിട്ട് എങ്ങോട്ടായി പോയി വെച്ചിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആപ്പ് ഓഫാക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ആ പേഴ്സണിലോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പം ഓക്കെ ഗൈസ്, പാലാരിവട്ട ഫ്ലൈ ഓവറിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, 4 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഹായ് ഗൈസ്, അപ്പോൾ ഒരു ചെറിയൊരു പണി കിട്ടി. പണിയെന്ന് വെച്ചാൽ വേറെ പണിയൊന്നുമില്ല, പണിയെന്ന് പറയാനൊന്നുമില്ല, എന്നാലും നമുക്കൊരു ഓട്ടം പോയി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, നമ്മൾ സ്ഥിരമായിട്ട് ഒരു പേഴ്സണലോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു 400 രൂപ 15 കിലോമീറ്റർ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പുള്ളിക്കാരനെ വിളിച്ച പുള്ളിക്കാരി പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കേടാ നമുക്കിങ്ങനെ HR മാനേജറോട് സംസാരിച്ചായിരുന്നു പുള്ളിക്കാരി. ഞാനൊരു ബില്ല് കൊടുക്കലുണ്ടായിരുന്നു, ഒരു നോർമൽ ബില്ല്.
നമ്മൾ ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ അത് കൊടുത്തപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഊബറിൻ്റെ തന്നെ റെസിപ്റ്റ് വേണം അവർക്ക് ഈ ട്രാവലിങ്ങിൻ്റെ പൈസ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഓക്കെ കുഴപ്പമില്ല, വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അങ്ങനെ അത് പോയി, അത്രയേ ഉള്ളൂ. അതാണ് ഒരു പണി എന്ന് പറഞ്ഞത്. കാരണം സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ഓട്ടോ ആയിരുന്നു. 10-15 കിലോമീറ്റർ 400 രൂപ എന്ന് പറയുമ്പോൾ ഊബർ ഒട്ടും തരാത്തൊരു എമൗണ്ടാണ്. 400 അല്ലെങ്കിൽ 390, 400, 402 എമൗണ്ട് വരാറ്. എനിക്ക് 289 കിട്ടാറ്. 285, 289 എനിക്ക് കിട്ടാറ്. അത് ഡയറക്റ്റ് 400 എനിക്ക് കിട്ടുമ്പോൾ നല്ല ഉപകാരമായിരുന്നു. ശരിക്ക് ആ ബില്ല് അംഗീകരിക്കാനുള്ളൊരു ബില്ല് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഊബർ പോകുമ്പോൾ ഈ 390, 402 കമ്പനി കൊടുക്കണം. അത് 400 സ്ഥിരമായിട്ട് 400 കമ്പനി ആ ഒരു ബില്ലിൻ്റെ പുറത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ സീനില്ലായിരുന്നു. കമ്പനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ, വേറെ വഴിയില്ല, നമ്മൾ മാറിക്കൊടുത്തു. പുള്ളിക്കാരൻ എത്ര നേരം കണ്ട് സംസാരിച്ചു. ഞാൻ കാര്യം പറയാം. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് അച്ഛന് ഊബർ ബുക്ക് ചെയ്ത് എനിക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ വെച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, വേറെ ആർക്കും പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ എപ്പോഴെങ്കിലും കാണാം, അല്ലെങ്കിൽ വിളിക്കുക, വേറെ എന്തെങ്കിലും ഓട്ടോയൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ ഓക്കെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഗായ്സ്, നമ്മളിത് കുറച്ച് നേരമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. സമയം 12 മണി കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് മാറ്റി ചങ്ങമ്പുഴേൻ്റെ അങ്ങോട്ട് അല്ല, ഞാൻ ആദ്യം ലൊക്കേഷൻ വെക്കണം എയർപോർട്ടിലേക്ക് ലൊക്കേഷൻ വെച്ചിട്ട് ചങ്ങമ്പുഴേൻ്റെ അവിടെ പോയി കിടന്നാലോ എന്ന് ആലോചിക്കാം. 12 മണി കഴിഞ്ഞ് ഇന്ന് പിന്നെ ടോട്ടലി ഇങ്ങോട്ട് നോക്കിയേ. സാധാരണ ഈ ഒരു സമയത്ത് നിങ്ങൾക്കല്ല ഇവിടുത്തെ അവസ്ഥ. നല്ല തിരക്കുണ്ടാവാറുണ്ട്, വണ്ടിയും കാര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഓട്ടം പൊതുവെ കുറവാണ്. ഓട്ടം കുറവെന്ന് പറയാൻ എനിക്ക് വയ്യ, ഞാൻ ഓടിയിട്ടുണ്ട്. ഇവിടെ തിരക്ക് കുറവുണ്ട്. അതിനൊന്ന് ചിലപ്പം കിട്ടാതിരിക്കാം. ഞാനൊരു പരീക്ഷണം നടത്തി നോക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളത് ചങ്ങമ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി സൈഡാക്കുന്നോട് തന്നെ സൈഡാക്കാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ അലാറം എന്ന് പറയുന്നത് 2:50, 3:10 അങ്ങനെയുള്ള ടൈമിലാണ് നമ്മൾ അലാറം സെറ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ ഉറങ്ങി എങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഒരു സമയത്ത് എണീക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. മുമ്പ് തന്നെ പോലീസ് വണ്ടിയും പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചാൽ ട്രാൻസ് 2 പേര് നിൽക്കുന്നുണ്ട്. 2 പേരുണ്ട്. ഏതോ കൊള്ളാവുന്ന ഏതോ ഒരുത്തരം കൂടി ഉണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ ഞാനിന്ന് എൻ്റെ ഒരു കണക്ക് പ്രകാരം ഓടിയിട്ടുണ്ട്. കാലടിച്ച് ഓടിയിട്ടുണ്ട്. ഇന്നലെ ഓടിയിട്ടുണ്ട്, ഇന്ന് ഓടിയിട്ടുണ്ട്. പോലീസ് അവിടുന്ന് യൂട്ടൺ അടിച്ചിട്ടോ. അവൾമാരവിടുന്ന് മാറി തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, നമ്മളെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നോക്കേ ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ ആ അവിടെ നിർത്തിയിട്ട് ഏകദേശം അതാണ് നമ്മളെ റെസ്റ്റോറൻ്റ്. ഓക്കെ, 1.5 മണിക്കൂർ എടുക്കും. ഞാൻ 1.5 മണിക്കൂർ 12 മണിക്ക് നിർത്തിയിട്ട് ഏകദേശം 2 മണി അതാണ് ട്രിപ്പ് അടിച്ചത് ഗൈസ്. 1 മിനിറ്റ്. ഒരു 4 ഹിന്ദിക്കാരായിരുന്നു. അത് ഒരുമാതിരി മറ്റേലെ എന്താ പറയുക, ഹിന്ദിക്കാർ ചെക്കന്മാർ പിള്ളേരാണ് 4. അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തത്. ഗൈസ്, അപ്പോൾ നമ്മളിത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലൊക്കേഷൻ വെച്ചിട്ട് നേരത്തെ 1 മണിക്കൂർ കടന്നുറങ്ങി, കുറച്ചേരം ഉറങ്ങി. 1 മണിക്കൂർ വേണ്ട ടൈം ഉള്ളത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലൊക്കേഷൻ റിമൂവ് ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ റിസീവിൻ്റെ അടുത്ത് മേടിച്ച് രണ്ടാമത് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ നമ്മൾ എയർപോർട്ട് തന്നെയാണ് ലൊക്കേഷൻ വെച്ചിട്ടുള്ളത്. കാരണം സമയം 2 മണിയുണ്ട്. 1 മണിക്കൂർ 3 മണി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഓട്ടം കിട്ടുന്ന ടൈമാണ്. ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ പറ്റ ലോക്കൽ ഓടുന്നതിനെക്കാട്ടും നല്ലതാണ്. ഒരു നല്ല ഓട്ടം കിട്ടിയാൽ അത് എടുക്കത്ത് പോകാന്നുള്ളത്. അപ്പോൾ അത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഈ എയർപോർട്ട് വെച്ചിട്ട് ഇരുത്തിരിക്കുന്നത്. നമ്മൾ എയർപോർട്ട് ലൊക്കേഷൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് എയർപോർട്ടല്ല കിട്ടിയത് ഗൈസ്. എയർപോർട്ട് റൂട്ട് എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണൊക്കെയാണ്. തൃക്കാക്കര ആ ഭാഗത്തേക്ക് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, അങ്ങോട്ട് വന്നോടെ എടുത്തു. എയർപോർട്ട് എന്തായാലും ആണോ അല്ലേന്ന് മാത്രമേ നോക്കിയുള്ളൂ.
ഒരു റൗണ്ട് അടിക്കണം, അത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, അറിയില്ല. നാട്ടിലെ പിള്ളേരാട്ടാണ്. ഒരാൾ തിരൂരും ഒരാൾ പട്ടാമ്പിയാണ്. ആ ട്രിപ്പ് കണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 300 കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇട്ടത്. ഇവിടെ നിന്ന് കറങ്ങി വരേണ്ടി വരും അല്ലേ? അവിടെ ഇവിടുന്ന് എങ്ങനെ കറങ്ങുക? ഏറ്റവും പമ്പ് പോയിട്ട് ഒന്ന് CNG അടിക്കണം. ഒരു മിനിറ്റ്, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് 240 രൂപ, 239.65. അപ്പോൾ 14 കിലോമീറ്റർ, 16 മിനിറ്റ് റണ്ണിങ്, വലിയ കുഴപ്പമില്ല. ഞാനിപ്പോഴത്തേനും ഇനിയിപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിൽ വെച്ച് നഷ്ടമാണ്. കാരണം ഇപ്പോൾ നിൽക്കുന്ന ഏകദേശം പുളിഞ്ചോടാണ്. പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത്, ആലുവേനൊക്കെ അടുത്ത് തന്നെ. ഇനി നമ്മളെന്ത് ചെയ്യാം, ലൊക്കേഷൻ ഓഫ് ചെയ്യാം. ലൊക്കേഷൻ ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് ഇവിടുന്ന് അടിക്കാന്നുള്ളത്. CNG ഫില്ല് ചെയ്യണമെങ്കിൽ അത് ഫില്ല് ചെയ്ത് ഇട്ടേക്കല്ല, എന്തിനാ വെറുതെ ഇപ്പോൾ അതിൽ ഇങ്ങനെ നിൽക്കണ്ടല്ലോ. നമ്മൾ ആ കൺഫ്യൂഷനായി പോയി പെട്ടെന്ന് വെച്ചിട്ട്. നമ്മൾ ആലുവ പോകണോ അതോ എടപ്പള്ളി പോയിട്ട് സൈഡാക്കണോ എന്നുള്ളത് നോക്കിയപ്പോൾ ആലുവയ്ക്ക് കുറച്ചുണ്ട് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ആലുവയ്ക്ക് 5 കിലോമീറ്ററും എടപ്പള്ളിക്ക് 6 കിലോമീറ്ററും. 8 നടുക്കാണ് ഈ നിൽക്കുന്നത്. എടപ്പള്ളി പോയി നിൽക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തന്നെയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സമയത്ത് നമ്മൾ ആലുവ പോയി കിട്ടിയ പണിയൊക്കെ നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് വള്ളിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടപ്പള്ളി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ട്രിപ്പും കാര്യമൊക്കെ അടിക്കും. അവിടെ 5 കിലോമീറ്റർ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നാൽ എടപ്പള്ളി എത്തിയിട്ട് കാണാം. ഓക്കെ ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിത് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ കറങ്ങി തിരിച്ച് ചങ്ങമ്പുഴ അതിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് വേണം ചെയ്യുമ്പോൾ അങ്ങോട്ട് തന്നെ പോയാൽ. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, പയ്യെ. അപ്പോൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. എടപ്പള്ളി ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിരുന്നു. എടപ്പള്ളി ഒന്ന് ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഒരു സൈഡാക്കാൻ നല്ല സ്പേസ് നോക്കിയപ്പോൾ കിട്ടിയില്ല. കിട്ടിയൊരു സ്പേസിൽ വേറൊരു വണ്ടിക്കാരൻ മുമ്പ് കൊണ്ട് നിർത്താണ്ട് പിന്നെ എല്ലാം അവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ട് പിക്കപ്പ് ചെയ്യണം ഗൈസ്. അവർ ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അവരെ ബസ് സ്റ്റോപ്പ് വന്നുകൊണ്ട് അവരെ വിളിച്ച ആർത്തപ്പോഴാണ് ഞാൻ നിർത്തിയത്. 9195 കോൺസെൻട്രേഷൻ ജിം. ഓക്കെ, ഒപ്റ്റിമസ് പ്രൈം. അത് ഞാൻ വിട്ടുതരാണ്. ശരി, ഇപ്പൊ ശരി. എന്നാ ശാക്കര വിളിയേ മക്കളെ കാല് കഴിഞ്ഞ കൊണ്ടുപോയി ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു വരും പങ്കാളിയാ. ഹായ് ബ്രോ, വരുന്നോ? ഷാക്കർ. ഞാൻ ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് എല്ലാരും ലക്ഷദ്വീപാണ്. ഇല്ല, ലക്ഷദ്വീപ്. ബ്രോ പോണായിക്ക് കലൂരൊന്ന് സൈഡാക്കണേ. ഒരുത്തനെ ഇറക്കി വിടാൻ. ഒഴിവാക്കണം. അവിടെ പണി അത് ഷാക്കിർ പാലരവട്ടം കാണാറില്ല. അങ്ങനെ ആകാശം ഒരുങ്ങിയ എല്ലാം 5 മണിക്ക്. പിന്നെ മലയാളം ബോറടിക്കും. ബ്രോ ബോറടിച്ചോ? ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ സംസാരിക്കുന്നുണ്ട്? ആ അതന്നെ പറഞ്ഞേ. ഡാഷ് ക്യാം ഉണ്ടല്ലോ. ചാനൽ വരുമ്പോ മറാക്കി ബ്ലോഗ്സ്.
ടാറ്റു കണ്ടായിരുന്നു. ടാറ്റു അടിക്കുന്ന പണ്ട് ഭയങ്കര ക്രേസ്. അതില്ല ബ്രോ അപ്പൊ ശരിക്കും മാറു ഫാനാണോ? ഞാൻ ആൻമി ഫാനാണ്. ഓ അവനാരെങ്കിലും കിട്ടാതിരിക്കുക അങ്ങനെ. എടെ ഫുള്ള് കണ്ടോ? തീർത്താ? ഞാൻ ലാസ്റ്റ് മറ്റേ ഇവിടെ കൈഡോ ഫൈറ്റ് കഴിഞ്ഞല്ലോ. അവിടെ ഇല്ല, ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ അവിടെ. അത് കഴിഞ്ഞ് മറ്റേ ആർക്കിലെത്തി. ഞാൻ ഇപ്പൊ അവിടെ ഉള്ള ഇപ്പൊ കൈഡോ ഫൈറ്റിന്റെ അവിടെ. ഫൈറ്റില് കുറച്ച് ആർക്ക് കാണുന്നുണ്ട്, പക്ഷെ ടൈം കിട്ടുന്നില്ല. എവിടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ടൈമില്ല. ഇവിടെ പറഞ്ഞ ചായ കുടിച്ചിട്ട് പോകും. അവിടെ ടൈം കിട്ടുന്നില്ല. അവിടെ ഞങ്ങള് ഹോസ്പിറ്റൽ പർപ്പസിന് വന്നേ ശരിക്കും. അടുത്ത ഫൈറ്റ് വരുന്നത് നമ്മുടെ ആ അവിടെ ഇപ്പൊ ഉള്ളതെന്ന് പറയാം. ഇപ്പൊ കൂമന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ കഴിഞ്ഞു. ആ ഫൈറ്റ് ഇനി വരാൻ പോണ ഫൈറ്റ് കിട്ടില്ല. മാറ്റിപ്പിടിക്കുന്നതാണ് എനിക്ക് ക്യാമറ ഉണ്ടെങ്കിൽ സീറ്റുകളുണ്ട്. സാജിക്ക് കൂടി സത്യം സ്പോയിലർ ആയി പോകുന്നു. ഞാൻ അതാ എന്റെ കൂട്ടുകാരൻ പറയാറുള്ളത്, അങ്ങനെ പകുതി കൊണ്ട് സ്പോയിലർ ആയിക്കളെ പന്തികള്. പിന്നെ അതൊക്കെ ഉണ്ട്. പിന്നെ സോളോ ലീവിങ്. സോളോ ഞാൻ വൺ പീസ് തീർന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു. അത് രണ്ട് സീസൺ ഇറങ്ങിയിട്ടില്ല. അല്ല കഴിഞ്ഞതാണ്. ഇപ്പത്തെ പുതിയ എഡിഷനിൽ ഇറങ്ങിയിട്ടില്ല. പഴയത് കാണാൻ രസമില്ല. സോളോ ഇറങ്ങിയപ്പോ നേരത്തെ ഉണ്ടായിരുന്നു വേറെ. ഓൾറെഡി ഞാൻ സാധാരണ ഞാൻ സ്റ്റോക്ക് ചെയ്തേക്കല്ല. ഞാൻ തീരുവാണെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ അങ്ങനെ. ഇനി മറ്റു കാണണം. ഞാൻ അങ്ങനെ നെറൂട്ടോ അത് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ തീർത്ത ഫുള്ളായിട്ട് കഴിഞ്ഞാൽ ഞാൻ നെറൂട്ടോ കഴിഞ്ഞു. പിന്നെ ബൊറൂട്ടോ സ്റ്റാർട്ടിങ് മാത്രം കണ്ട് നിർത്തി. കാരണം കാണാൻ ഒരു ഇതിനും കൊള്ളത്തില്ല. നെറൂട്ടോ ഒക്കെയാണ്. നെറൂട്ടോ എല്ലാം ഉണ്ടായാല് ഒരു നല്ല ഫീലിങ്സും ഉണ്ട്. നല്ല അടിപൊളി കഥ തന്നെ. ഒരാളുടെ പ്രാന്തായിരിക്കുന്നുണ്ട് സൈലന്റ് ആയി. ഇവിടെ ആലുവ ഒരു ആനിമി സ്റ്റോർ ഉണ്ട് കിട്ടുന്നത്. അപ്പൊ അവിടെ നിന്ന് പോകണം കേട്ടോ. 1000 rupees ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ചായ അടിച്ചാലോ ബ്രോ? ഇല്ല നമുക്കൊന്ന് ചായ അടിച്ചിട്ട് പോവാം. നേരെ എടുത്തോ? സീനിലല്ലോ. റോയിനൊന്നും തിരക്കൊന്നും കണ്ടോ? എനിക്ക് അല്ല ആഡ് സ്റ്റോപ്പ് കൊടുക്കണോ? അല്ലല്ലോ, അത് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ചായ അടിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അവിടെ എത്തിയിട്ടാണ്. ഒരു മാസമായി. നമ്മൾ ഓൾറെഡി ഇവിടെ ഉള്ളത് തന്നെ. ഇടക്കിടക്ക് ഇങ്ങനെ വരും. ഹോസ്പിറ്റൽ പർപ്പസ് അല്ലെങ്കിൽ സ്റ്റഡി എല്ലാം ഇവിടെ തന്നെ. നമുക്ക് അവിടെ ഫെസിലിറ്റീസ് വളരെ കുറവാ. പഠിച്ചു വെച്ച് പറയുന്ന പോലെ രണ്ടര. ആ ഗൈസ്
നമ്മള് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ലക്ഷദ്വീപ് വരാം. അപ്പോൾ ഞാൻ ചുമ്മാ വരുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരവിടെ പാക്കേജ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. എന്തായാലും അവരോടൊന്ന് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മളെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അവർ സബും ചെയ്ത് നമ്മുടെ ചാനലിട്ടാണ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട് ആൾക്കാർ. എന്തായാലും നല്ലതാണ്. അങ്ങനെയൊക്കെ സെറ്റ് ആവട്ടെ ഇത്. അപ്പം നോക്കി കഴിച്ച അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. അതൊരു 170 രൂപേൻ്റെ ക്യാഷ് കളക്റ്റ് ആയിരുന്നു. 158 രൂപയാണ് കിട്ടിയത്. 170 ക്യാഷ് കളക്റ്റ് കാണിച്ചു. 13 മിനിറ്റ് ചേർത്ത റണ്ണിങ്. 7.14 കിലോമീറ്റർ. ഒരു 7 കിലോമീറ്ററിന് 158. കഴിച്ചത് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ജംഗ്ഷനിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് കേട്ടോ. 210 മീറ്റർ മുന്നിൽ കസ്റ്റമർ ഉണ്ട്. ഒരു 222 രൂപയാണ് ഫെയർ കാണിച്ചത്. എന്തായാലും നമുക്കൊന്ന് കസ്റ്റമർ അടുത്ത് എത്തിയിട്ട് കാണാം. നമ്മുടെ കസ്റ്റമർ ആട്ടോ അത്. ഹായ് ഗൈസ്. അപ്പോൾ അത് നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെ ബാറ്ററി കഴിഞ്ഞ് ഓഫായിപ്പോയി. അപ്പോൾ നമ്മൾ ബാറ്ററി മാറ്റിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. 217.23 പൈസ അതാണ് ഫെയർ കിട്ടിയത്. എത്ര കിലോമീറ്ററാണ് ഒറ്റ മിനിറ്റ്. 13 കിലോമീറ്റർ 217.23 പൈസ 21 മിനിറ്റ് റണ്ണിങ്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ചിലപ്പോൾ നല്ല നഷ്ടമാണ്. ആ പരിപാടി ചെയ്താൽ എന്തായാലും പൊളിയുന്നുണ്ട് വീടായിട്ട്. നമുക്ക് ഊബർ ഓടാനുള്ള മൂഡ് പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യലില്ല അത്ര ഫെയർ കിട്ടി എന്നുള്ളത്. എന്തായാലും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ ക്യാഷും കിലോമീറ്ററും വെച്ച് വന്നിട്ട് ഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററിന് എത്ര ക്യാഷാണ് കിട്ടിയെന്ന് പറയാൻ പറ്റും. പക്ഷേ അവരെ ഊബർ ആപ്പ് കമ്പനീൻ്റെ കണക്ക് പ്രകാരം അതിലും കുറവായിരിക്കും നമ്മുടെ ഫെയർ കിലോമീറ്റർ ചാർജ് വരുന്നത്. നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പൂക്കാട്ടുപാടി പൂക്കാട്ടുപാടി ഇത് എവിടെയാ തേവക്കല അങ്ങനത്തെ സ്ഥലമാണിത്. എന്തായാലും ഇവിടെ 4-5 കിലോമീറ്റർ കാലടിച്ച് പോയിട്ട് അടുത്ത ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്നാൽ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗായ്സ്. നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഓട്ടോ ഒന്നും കിട്ടാഞ്ഞപ്പോൾ മൂവായി ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. ഓക്കെ, നമ്മൾ തൃക്കാക്കര അമ്പലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടാ. ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് പോകാനുള്ളത്. പക്ഷെ ഇവിടെ ഇത് അടച്ചു വെച്ചാൽ എല്ലാവരും ഏതെങ്കിലും ഒരു ഭാഗം തുറന്നു കഴിയും എല്ലാം എടുക്കായിരുന്നു. ആ ഭാഗം ചെറുതായിട്ട് തുറന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇനി നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. ആദർശ് 1421 കറങ്ങി പോണോ അതോ അവിടെ തിരിക്കാം? അവിടെ പോയിരിക്കല്ലേ. ആ ഇൻഫോ പാർക്ക്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻഫോ പാർക്ക് ഫേസ് 2ക്ക് ആയിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. 191 രൂപ 191.20 പൈസ. എത്ര കിലോമീറ്റർ എന്നറിയോ? ഒരു മിനിറ്റ്. അത് കുറച്ച് നഷ്ടം, കുറച്ചധികം നഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. 10 കിലോമീറ്ററിന് 191 രൂപ. 10 കിലോമീറ്റർ 191 കിലോമീറ്റർ 19 രൂപ. എന്തോ ആയിരം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്ന് ഇനിയിപ്പോൾ ഫേസ് 1ൻ്റെ അവിടെ പോയി കിടക്കാം. ഫേസ് 2
ഗൈസ്, അപ്പോൾ നമ്മളത് ഇൻഫോ പാർക്ക് ഫേസ് 1 അവിടെയാണുള്ളത്. സൈഡാക്കാണ്. ഒന്നാമത് ഇവിടെ വന്നിട്ട് എനിക്ക് ട്രിപ്പ് റിട്ടേൺ അടിക്കൽ കുറവാണ്. ഈ സമയം 5:30, ചിലപ്പോൾ കുറേ നേരം കടന്ന് ക്ഷമിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കാലടിച്ച് തിരിച്ചു പോകാറാണ്. ഇന്നിപ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. 5:39 ഒരു 6 മണി കറക്റ്റ് നമ്മൾ ഇവിടെ നിൽക്കും. 5:40 10 20 മിനിറ്റല്ലേ ഉള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഗൈസ്, അടിക്കില്ലെന്ന്. ഗൈസ് നേരം 6 മണിയായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അധികം നേരം കിടന്ന് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ. പിന്നെ ഇപ്പം അടിച്ച ട്രിപ്പാണെങ്കിൽ അടിച്ചതല്ല, മാച്ചാണ് അടിച്ചത്. 8.5 കിലോമീറ്റർ, ഇവിടുന്ന് 14 മിനിറ്റ് റണ്ണിങ്, 21 മിനിറ്റ് ഡ്രോപ്പ്. അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് കറക്റ്റ്. എത്ര കറക്റ്റ് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഒരു എൻഡിൽ ഞാൻ കൊടുക്കാം. അതാണ് അവസ്ഥ. മാച്ച് അടിച്ചത് വരെ എത്ര 8 കിലോമീറ്റർ പോയിട്ടാണ് പിക്കപ്പ് ഉള്ളത്. അവിടെ എടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ എടുത്ത് ഓടിയായിരുന്നു. ഒക്കെ വണ്ടി കിടക്കുന്നുണ്ട്. വണ്ടിയിലൊന്നും ആരുമില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഇനി പയ്യെ എങ്ങനെ പോട്ടെ. ഞാൻ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് സെറ്റ് ചെയ്യാം ഗൈസ്. ഗട്ടർ മൊത്തം ഞാൻ ചാടുന്നുണ്ട് ഗൈസ്. നമുക്കിത് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നത്, കാക്കനാട് നിന്നൊക്കെ പോകുന്ന ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ചു പോകണം ഗൈസ്. നമ്മൾ കാക്കനാട് നിന്ന് പോകുന്ന ഏകദേശം നമ്മുടെ പാലാരിവട്ടം ഫ്ലൈ ഓവറിനടുത്ത് എത്താറായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേ വരുള്ളൂ. വേറെ എങ്ങോട്ടും പോകാറില്ല. വരുന്ന വയ്ക്കാനും പഠിച്ച്. അപ്പോൾ 1.1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് പിക്കപ്പ്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടേ കാണാം. അയ്യോ ഗായ്സ്, നമുക്ക് വഴി ഒരല്പം തെറ്റി. നമുക്കിത് റൈറ്റ് കയറി. ഞാൻ ആ ക്യാമറ ഓണാക്കാൻ നിന്നതും കയറിപ്പോയി. സോറി, റൈറ്റിക്കല്ല ലെഫ്റ്റിക്ക് കയറുന്നത് മാറി പറഞ്ഞത്. നമ്മളത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. പിക്കപ്പാണ്. ഏതാണെന്ന് കറക്റ്റ് അറിയില്ല. ഇല്ല ഇല്ല ഇല്ല, ഫോൺ എടുക്കുന്നില്ല. ഇല്ല, ലൊക്കേഷൻ കാണിക്കും. ആ ഹലോ, ഇത് എവിടെയായിരുന്നു? ഇത് തന്നെയല്ലേ? ഓ ഓക്കെ ഓക്കെ, താഴെത്തിയിട്ടുണ്ടേ. ഏതായിരുന്നു 183. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ വരുന്നുണ്ടായിരിക്കും. അപ്പം എന്നാൽ നീ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഗൈസ്. നല്ലൊരു കിഡിലെ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കിയാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ക്യാമറ എടുത്ത് എനിക്ക് ഷൂട്ട് ചെയ്യണം തന്നെ ആഗ്രഹമുണ്ട്. നോക്കി ഫ്ലാറ്റും കാര്യവും നൈസ് നൈസ്, ഒരു രക്ഷയില്ല. ഒരുപാട് ഉള്ളോട്ട് ഒരുപാടുണ്ട് കേട്ടോ. കസ്റ്റമറാണ് പോയത്. പുള്ളിക്കാരി ഡോറ് തുറന്നതും ഒരു ഓട്ടോക്കാരൻ പാഞ്ഞു വന്ന് കയറി. തട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താന്നുള്ള വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തിയിട്ട് നോക്കാം. എന്തെങ്കിലും തട്ടിയെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഒന്നും തട്ടിയിട്ടൊന്നുമില്ല. വണ്ടീൻ്റെ കോലം കണ്ടത് ആകെ പൊടി പിടിച്ചിട്ട് ആ മഴയും കൊണ്ട് പൊടിയെല്ലാം കൂടിയൊക്കെ നാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും നോക്കുന്നില്ല. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം. അത്രയും പൊടി പിടിച്ച് ഇരപ്പായിട്ടുണ്ട് വണ്ടി. സമയം 6:45. സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ എനിക്ക് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടം കിട്ടാറുള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ 1-2
മണിക്കൂർ കഴിഞ്ഞ് ഓട്ടം കിട്ടുകയാണെന്ന് വെച്ചാൽ ആ ട്രാഫിക്ക് കടന്ന് കിടക്കേണ്ടി വരും. അതിനുള്ളൊരു ഇൻട്രസ്റ്റും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വണ്ടി നമ്മൾ വെല്ലനെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റേഡിയം വലിയ ദൂരമൊന്നുമില്ലല്ലോ, അവിടെ പോയി കിടക്കാമെന്ന് വിചാരിക്കുകയാണ്. സ്റ്റേഡിയം ലിങ്ക് റോഡിൽ പോയിട്ട് ഒരു സമയം കറക്റ്റ് 6:47, ഒരു 8 മണി വരെ വെയിറ്റ് ചെയ്യും. 8 മണീൻ്റെ ഉള്ളിൽ ട്രിപ്പ് അടിച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ 8 മണി ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഗൈസ് ഓട്ടൊന്നും അടിച്ചിട്ടില്ല. സ്റ്റേഡിയം വന്നിക്കണം തുടങ്ങിയിട്ട് 6.25 മണിക്കൂറായി. 7:35 വിശക്കുന്നുണ്ട് നല്ലോണം. അപ്പോഴേ നമ്മൾ സൈഡാക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഇന്ന് രാവിലത്തെയും കൂടി കൂട്ടാണ്. ഇന്ന് രാവിലത്തെ കൂട്ടുന്നില്ല, ഇന്നലെ മാത്രം ഓടിയത് നമുക്ക് കാണിച്ചാൽ 1000 ഒരു മിനിറ്റ് 1600 രൂപയ്ക്കാണ് ഇന്നലെ ഓടിയത്. അത് കുറച്ച് കുറവാണ്, കാരണം രാവിലത്തെ ഓട്ടം ഞാൻ വിചാരിച്ച മാതിരി എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല. ഇന്ന് നൈറ്റ് വലിയ തിരക്കേടില്ല. ഒരു 1600 അതും 500 ഇന്നത്തും നോക്കുകയാണെങ്കിൽ 2174 രൂപ. അതിനാണ് ഇപ്പം നേരം കൂടിയായിട്ട് ഞാൻ ഓടിയത്. സി എഞ്ചിന് ഒരു 500 രൂപ സി എഞ്ചിനായിട്ടുണ്ടാവും. ഞാൻ 2 വട്ടം ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ചെയ്യരുതെന്ന് വിചാരിക്കുന്നതായിട്ടും ചെയ്തിട്ടുമുണ്ട്. എന്ത് കാലടിച്ച് ഓടുക, ചുമ്മാ അടുത്ത് കറങ്ങിയിട്ടുണ്ട് അനാവശ്യമായിട്ട് കുറേ. അപ്പോൾ ഇന്ന് നൈറ്റ് ആ പരിപാടി നമ്മൾ കുറയ്ക്കണം അല്ല കുറയ്ക്കും. രാത്രി കാണാം.